കുടുംബകോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ കാണുന്ന ആർക്കെങ്കിലും കുടുംബകോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. വാട്സപ്പ് നമ്പർ +91 79 94 97 14 19. ഒരു വട്ടം വിളിക്കുവാനുള്ള കൺസൾട്ടേഷൻ ഫീസ് 500 രൂപ ഗൂഗിൾ പേ ചെയ്യും. ഇത് വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഒരു വക്കീലിന് എതിരെയായത് കുടുംബകോടതി ജഡ്ജിക്ക് ഏതെങ്കിലും തരത്തിലുള്ള നടപടികൾ എടുക്കുമോ എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അതായത് മധ്യ കേരളത്തിലെ കുടുംബകോടതിയിൽ ഉണ്ടായിട്ടുള്ള ഒരു റിയൽ ഇൻസിഡൻ്റ് ആണ്. ഭർത്താവിൻ്റെ ഭാഗത്ത് ഒരു ജൂനിയർ അഡ്വക്കേറ്റും ഭാര്യയുടെ ഭാഗത്ത് ആ കുടുംബ കോടതിയിലെ ഏറ്റവും പ്രശസ്തനും ഏറ്റവും സീനിയർ മോസ്റ്റുമായിട്ടുള്ള ഒരു അഡ്വക്കേറ്റുമാണ് അവിടെ നിൽക്കുന്നത്. അപ്പോൾ ഈ അഡ്വക്കേറ്റ് ഈ പറയുന്ന ഭർത്താവിന് എതിരെയായിട്ട് ഡിവോഴ്സ് കേസിൽ പലതരത്തിലുള്ള ക്രൂരതകൾ എഴുതി പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇതേ കാര്യങ്ങൾ തന്നെ ആ പ്രൂഫ് അഫിഡവിറ്റിനും അവർ എഴുതി പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അഡ്വക്കേറ്റ് കമ്മീഷന് മുമ്പിൽ വെച്ചിട്ട് ചോദ്യങ്ങൾ ചെയ്യുന്ന സമയത്ത് ഭാര്യയോട് നമ്മൾ ചോദിക്കുകയാണ്, നിങ്ങളുടെ ഭർത്താവിനെതിരെ നിങ്ങൾ എഴുതിയിട്ടുള്ള ഒരു പോയിന്റാണ് നിങ്ങളുടെ ഭർത്താവ് ഒരു മെയിൽ ഷോവനിസ്റ്റ് എന്ന് എഴുതിയിട്ടുണ്ട്. ആ മെയിൽ ഷോവനിസ്റ്റ് എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം നിങ്ങൾക്ക് അറിയുമോ എന്ന് ഭാര്യയോട് ചോദിക്കുകയാണ്. അപ്പോൾ ഭാര്യ പറഞ്ഞു ഭാര്യയ്ക്ക് ആ വാക്കിൻ്റെ അർത്ഥം അറിയില്ല എന്ന്. അപ്പോൾ നമ്മൾ ചോദിച്ചു, അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാത്ത ഈ ഒരു വാക്ക് എങ്ങനെയാണ് ഈ പ്രൂഫ് അഫിഡവിറ്റിൽ വന്നിട്ടുള്ളതെന്ന് ചോദിച്ചു. അപ്പോൾ അതിന് ഭാര്യ പറഞ്ഞ മറുപടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് അവരുടെ ഈ സീനിയർ മോസ്റ്റ് ആയിട്ടുള്ള അഡ്വക്കേറ്റ് സ്വന്തം ഇഷ്ടപ്രകാരം എഴുതി ചേർത്തിട്ടുള്ളതാണ്. ഇത് മാത്രമല്ല പല ക്രൂരമായ കാര്യങ്ങളും ഭർത്താവിനെതിരെ ആരോപിച്ചിട്ടുള്ള പല ക്രൂരമായ കാര്യങ്ങളും ഈ സീനിയർ അഡ്വക്കേറ്റ് സ്വന്തം ഇഷ്ടപ്രകാരം എഴുതി ചേർത്തിട്ടുള്ളതാണ് എന്ന് ആണ് ഈ ഭാര്യ മൊഴി നൽകിയിട്ടുള്ളത്. ഈ പറഞ്ഞ മൊഴി അങ്ങനെ തന്നെ അഡ്വക്കേറ്റ് കമ്മീഷൻ അവിടെ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പറയുന്ന കാര്യം ശരിക്കും നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഭർത്താവിന് എതിരെ വ്യാജമായ കേസുകൾ എഴുതി ചേർത്തത് ആരൊക്കെയാണ്? ഭാര്യയും ഭാര്യയുടെ അഡ്വക്കേറ്റും കൂടി നടത്തിയിട്ടുള്ള ഒരു ഗൂഢാലോചനയുടെ ഫലമായിട്ടാണ് ഇത്രയും കാര്യങ്ങൾ എഴുതി ചേർത്തിട്ടുള്ളത്. ഒരിക്കലും ഒരു അഡ്വക്കേറ്റിന് ഇതുപോലുള്ള കാര്യങ്ങൾ എഴുതി ചേർക്കുവാനായിട്ടുള്ള പെർമിഷൻ ഇല്ല. അപ്പോൾ അങ്ങനെ എഴുതി ചേർത്തിട്ട് അതിനെതിരെ ഈ കാര്യങ്ങൾ മുഴുവൻ നമ്മൾ ക്രോഡീകരിച്ചുകൊണ്ട് ആർഗ്യുമെൻ്റ് നോട്ടിൽ നമ്മൾ കറക്റ്റായിട്ട് കോടതിയുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പോവുകയാണ്. അങ്ങനെ അവതരിപ്പിക്കുമ്പോൾ കോടതി ഈ പറയുന്ന സീനിയർ അഡ്വക്കേറ്റിനെതിരെയായിട്ട് എന്തെങ്കിലും തരത്തിലുള്ള നടപടിക്രമങ്ങൾ എടുക്കുവാനായിട്ടുള്ള ചാൻസ് ഉണ്ടോ എന്നുള്ളതാണ് നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും ഒരു ഡിസിപ്ലിനറി ആക്ഷൻ ഉണ്ടാകാം. ഈ പറയുന്ന അഡ്വക്കേറ്റും ഈ പറയുന്ന ഭാര്യയ്ക്കും എതിരെയായിട്ട് ഒരു ക്രിമിനൽ ഗൂഢാലോചന കുറ്റം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. തെറ്റായ കാര്യങ്ങൾ എഴുതി ചേർത്തതിൻ്റെ പേരിൽ ഒരു ഫോർജറി ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. മലീഷ്യസ് പ്രോസിക്യൂഷൻ ഉണ്ടാവാനായിട്ടുള്ള പ്രോബിലിറ്റി ഉണ്ട്. വ്യാജരേഖ ചമച്ചതിൻ്റെ പേരുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്തതിൻ്റെ സെക്ഷൻസ് വരുവാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. പക്ഷെ കോടതി ഇതിലെന്ത് തീരുമാനം എടുക്കും എന്നുള്ളതാണ് നമുക്കതിൽ അറിയേണ്ട ഒരു കാര്യം. അപ്പോൾ ഇതുപോലെ ഒരു ചോദ്യം ചോദിച്ച് ഭാര്യയുടെ വായിൽ നിന്നും ഈ അഡ്വക്കേറ്റ് ഇങ്ങനെയാണ് പറഞ്ഞത് എന്നുള്ളത് എഴുതി ചേർക്കാനായിട്ടുള്ള ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്ത് ഞാൻ തന്നെയായിരുന്നു. ഇതുകൊണ്ടാണ് ഇത്രയും കൃത്യമായി ഈ ഒരു കാര്യം ഈ ഒരു വീഡിയോ ആയിട്ട് ഇവിടെ പറയാനായിട്ടുള്ള കാര്യം. ആരാണ് അഡ്വക്കേറ്റ് എന്നും എന്തൊക്കെയാണ് അതിൻ്റെ ബാക്കി സംഭവ വികാസങ്ങളും ഉണ്ടാവുക എന്നുള്ളത് എന്താ പറയുക വിധി വന്നതിന് ശേഷം നമുക്ക് പറയാവുന്ന പോയിൻ്റാണ്. സോ ഈ ഒരു ഇൻഫോർമേഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടണും എനേബിൾ ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.